ഹലോ, എൻ്റെ പേര് ബിപിൻ. ഇന്ന് ഡേറ്റ് 27/2/2026. ഞാൻ ഇന്നലെ KSRTC ബസ് സ്റ്റാൻഡിൽ പോയൊരു റിവ്യൂ ഇട്ടായിരുന്നു. അപ്പോൾ എൻ്റെ പുറത്തുനിന്നുള്ള കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എടേ നാട്ടിൽ ഇതൊന്നും മാറത്തൊന്നുമില്ല, ഇതൊക്കെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്, നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ പുറത്തുനിന്നുള്ളവർ പറഞ്ഞു. അതുകൊണ്ടാണ് അവരെല്ലാം പുറത്തോട്ട് പോയെന്നുള്ള രീതിയിൽ അവരുടെ ഫെസിലിറ്റിയും നമ്മുടെ ഫെസിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അത് പറഞ്ഞ് കേട്ടപ്പം നമുക്കൊരു സങ്കടം വന്നു. എന്നാലും നമുക്ക് അണ്ണാൻ കുഞ്ഞും തന്നെയല്ല എന്ന് പറഞ്ഞ പോലെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പം ബാക്കി വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. എന്നാലും നമ്മുടെ ഐഡിയ നമ്മൾ പറയുക എന്നുള്ളത് നമ്മുടെ ഇത് ഒരു അവാർഡെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 10 ലക്ഷം രൂപയും ഒരു അവാർഡും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമുക്ക് KSRTC ബസ് സ്റ്റാൻഡല്ല, ഏത് ബസ് സ്റ്റാൻഡാണെങ്കിലും എല്ലാ ജില്ലകളിലുണ്ട്. എല്ലാ ജില്ലയിലും ഓരോ ബസ് സ്റ്റാൻഡ്, മെയിൻ സ്റ്റാൻഡ് വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ പരീക്ഷിച്ച് നോക്കി വിജയകരമാണെങ്കിൽ മാത്രം ചെയ്യാമെന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി വേണം. വൃത്തി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ട് ഈ മനുഷ്യരെ വെച്ച് തൂപ്പിക്കുന്ന പരിപാടി നിർത്തി. അതായത് ഓരോ ജില്ലയ്ക്കും ഓരോ സ്വീപ്പിംഗ് മെഷീൻ മേടിക്കണം. നമ്മുടെ ലുലുവിലൊക്കെ കാണുന്ന പോലെ. യൂസഫ് അലീനെയൊക്കെ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം, പുള്ളി ഇത് ഇത്ര ചെയ്തില്ലേ. അതുപോലെ പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തൊക്കെ ഉള്ള പോലത്തെ ഒരു ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന പോലത്തെ, ഇത്രയും ബസ് മേടിക്കാമെങ്കിലാണ് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു മെഷീൻ മേടിച്ചാൽ ബസ് സ്റ്റാൻഡിലെ പൊടി സഹിതം വലിച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ അത്യാവശ്യമായിട്ട് ബസ് സ്റ്റാൻഡിൽ മേടിക്കണം. അത് മെയിൻ ബസ് സ്റ്റാൻഡിൽ മാത്രം. ട്രയൽ റൺ നടത്താൻ വേണ്ടി തിരുവനന്തപുരത്തൊന്നും മേടിക്കണ്ട. ആദ്യമേ അത്രയും തിരക്കുള്ള ബസ് സ്റ്റാൻഡ് മേടിക്കാതെ ചെറിയ, അതായത് കോട്ടയം പോലുള്ള വണ്ടി കയറി ഇറങ്ങി പോകുന്ന ബസ് സ്റ്റാൻഡിൽ നിലം ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീൻ, വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യണമെന്നൊന്നും പറയത്തില്ല, പൊടി പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന മെഷീൻ. ഇത് ഈ പുറത്ത് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാം പുറത്തുള്ള മെഷീനുകൾ. അത് ഓടിച്ചുകൊണ്ട് നടന്ന് മീൻസ് ലെസ് എഫേർട്ട്, അത് AC ആക്കിയിടണം. കാരണം അല്ലെ പൊരിഞ്ഞ വെയിലത്ത് ആൾക്കാരെ നിർത്തി തൂപ്പിക്കുന്ന പരിപാടിയൊക്കെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. നമ്മളെങ്ങനെ പറയുക. അപ്പോൾ അത് ഒരെണ്ണം അത്യാവശ്യമായിട്ട് വേണം. അത് ഞാൻ പറഞ്ഞ ഒന്നല്ല രണ്ടിടത്ത് അത് ട്രയൽ റൺ നടത്തണം. പിന്നെ AC ബസ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് AC ബസ് വോൾവോടെ ഉണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാ ചന്നം പിന്നെ വിട്ട് നശിപ്പിച്ച് കുളം തോണ്ടി മൂലയ്ക്ക് കൂട്ടിയിരിക്കുക. അങ്ങനെയല്ല, നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ലെയ്ലാൻഡിൻ്റെ ബസ്സിൽ AC ചെയ്ത് എക്കണോമിക്കായിട്ട് എങ്ങനെ എടുക്കാവോ അങ്ങനെ നമ്മൾ പരിപാടി ഓടിക്കണം. ഇന്ത്യയിൽ എക്കണോമിക്കായിട്ട് ചെയ്താലേ കാര്യങ്ങൾ ഓടത്തുള്ളൂ. ഇന്നാൾ ഞാനൊരു ബസ് ഡ്രൈവർ പറയുന്നൊരു വീഡിയോ കണ്ടാണ്. പണ്ടത്തെ മന്ത്രിമാരുടെ ദീർഘവീക്ഷണം, അതായത് പണ്ടത്തെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം ആക്ച്വലി എന്താ പറയുന്നത്, അതായത് അന്ന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് എടുക്കുന്നു, ലൈലാൻഡിൻ്റെ ചേസ്. അന്ന് ഏതാണ്ട് 10, 12, 15 ലക്ഷം രൂപയ്ക്ക് ഒരു ബസ് എടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് പാസഞ്ചറായിട്ട് അത് ആദ്യമേ സൂപ്പർ ഫാസ്റ്റായിട്ട് ഓടും. അത് കഴിഞ്ഞ് അത് ഫാസ്റ്റ് പാസഞ്ചർ ആവും. പിന്നെ അത് താഴോട്ട് വന്ന് ടൗൺ ടു ടൗൺ ആവും. പിന്നെ അത് ഓർഡിനറി ആവും. പിന്നെ മറ്റേ അത് കണ്ടം ചെയ്യുമോ അല്ലെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് എടുക്കുക. അതായത് ഒരു ബസ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ മാക്സിമം ടൈം അത് യൂസ് ചെയ്യാൻ പറ്റണം. ആ ഒരു കാഴ്ചപ്പാടി വേണം ഇത് ബസ്സൊക്കെ എടുക്കാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുറേ വണ്ടി മേടിച്ച് കൂട്ടുക എന്നുള്ള, കുറേ ബസ് മേടിച്ച് കൂട്ടി കുറേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചന്നം പിന്നെ ഓടി, അങ്ങനെയല്ല നമ്മൾ ശരിക്കും നോക്കേണ്ടത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള. മിനി ബസ് ഓടിക്കേണ്ടിടത്തോട്ട് മിനി ബസ്സാണ് ഓടിക്കേണ്ടത്. ഇന്നിപ്പം അങ്ങോട്ട് ഡിമാൻഡ് കൂടുതലുള്ള സമയത്ത് വലിയ ബസ് ഇട്ടുമോ? ഇതെല്ലാം ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ. ഒരു പരിധി വരെ നമുക്ക് ഇത് കമ്പ്യൂട്ടർ വഴിയൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അൽഗോരിതം ഇത്രയും പഠിച്ച ആൾക്കാർ നാട്ടിലില്ലേ. ഇത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഇതുപോലെ ഇവിടുന്ന് പഠിച്ചിറക്കുന്ന ബുദ്ധി രാക്ഷസന്മാരെല്ലാം പുറത്ത് പോവുക. എന്ന് വെച്ചാൽ ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. സാധാരണ ഒരു ബസ് എങ്ങനെ ഓടണം എന്നുള്ളതിൻ്റെ നമ്മൾ ഐഡിയ പ്രകാരം, ഞാൻ വലിയ ബ്ലോഗറൊന്നുമില്ല, പക്ഷേ തുടങ്ങിയതേ ഉള്ളൂ, അതിൻ്റെ ഒരു തപ്പലുണ്ട്, ക്ഷമിക്കണം. അപ്പം അത് വിടുക. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ AC ബസ് എടുക്കണം. AC ബസ് കേരളത്തിൽ ഓടിക്കണം. അത് ഈ ഐലാൻഡിൻ്റെ പോലത്തെ ചേസയിൽ വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത AC, അതായത് സിമ്പിളായിട്ടുള്ള AC ബസ്, ചെറിയ പുഷ് ബാക്ക് മിന്നലിൻ്റെ സീറ്റ് പോലത്തെ സീറ്റോ, നല്ലൊരു സീറ്റിട്ട് എന്നിട്ട് ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബസ് ചുമ്മാ നേരത്തെ വോൾവോ ഇറക്കിയ പോലെ ഇറക്കാതെ
ഈ ബസ്സുകൾ എ സി ബസ് ബുക്ക് ചെയ്താൽ മാത്രമേ ഓടിക്കാവുള്ളൂ. അതായത് ഇപ്പം ട്രിവാൻഡ്രത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് എറണാകുളത്തിനാണെങ്കിൽ നമ്മൾ ഒരു 2 ദിവസം മുമ്പ് അല്ലെ ഒരു മാസം മുമ്പ് തന്നെ ഓർത്തു. ഒരു മാസം മുമ്പ് നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് പോകണം, എനിക്കിപ്പം എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകണമെന്ന് ഓർത്തു. അപ്പം ഈ ബുക്ക് മൈ ഷോയ്ക്കകത്തൊക്കെ കാണത്തില്ലേ സീറ്റ് ബുക്ക് ചെയ്യുന്നത്, അതുപോലെ ഇന്ന ഡേയിൽ ഇന്ന ബസ്സുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എ സി ബസ്സിൻ്റെ സീറ്റ് നമ്മൾ ബുക്ക് ചെയ്യിപ്പിക്കണം. അത് എൻ്റെ സൈഡൊന്നും നമുക്കറിയത്തില്ല, ആപ്ലിക്കേഷൻ്റെ സൈഡ്. പക്ഷെ അതൊക്കെ ചെയ്യുന്ന എക്സ്പേർട്സ് ഉണ്ടല്ലോ, നല്ല മിടുക്കരി പിള്ളേർ കാണും, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതായത് ബുക്ക് മൈ ഷോയിലൊക്കെ ഇടുന്ന പോലെ തന്നെ ഇന്ന ഡേറ്റിൽ ഇന്ന ബസ് ഇന്ന സ്ഥലത്തോട്ട് പോകുന്നു. അപ്പം നമുക്കിപ്പം എൻ്റെ വീട് മുണ്ടക്കയാണ്, മുണ്ടക്കയത്തുനിന്ന് കോട്ടയത്തോട്ട് പോകുന്ന വണ്ടി, അല്ലെ കുമളിയിൽ നിന്ന് കോട്ടയത്തോട്ട് പോകുന്ന വണ്ടി. അപ്പം നമ്മൾ എ സി ബസ് ബുക്ക് ചെയ്യുന്നു. ബുക്ക് ചെയ്യാനാണെങ്കിൽ ഇപ്പം അടുത്ത ആഴ്ച എനിക്ക് കോട്ടയത്തിന് പോകണം, അടുത്ത ആഴ്ച എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ നമ്മൾ കോട്ടയത്തിന് പോകുന്നു. അപ്പോൾ നമ്മൾ ബസ് ബുക്ക് ചെയ്യുന്നു മോർണിംഗ് ഈ സമയത്ത് മുതൽ ഈ സമയം വരെ, അതായത് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്, അതിന് ഇത്ര സീറ്റുണ്ട്. അപ്പം നമുക്ക് ആ ആപ്ലിക്കേഷനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകണം. ആപ്ലിക്കേഷൻ പിന്നെ ഹാങ് ഒന്നും ആകില്ല, ഉണ്ടാക്കുമ്പോൾ നല്ല. ഇപ്പം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലേ, തേർഡ് പാർട്ടിക്ക് കൊടുക്കുക. അതായത് ഇപ്പോൾ ബുക്ക് മൈ ഷോ പോലത്തെ ഇതില്ലേ, അല്ലെ വേറെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന അതിന് കപ്പാസിറ്റി ഉള്ള കമ്പനിയെ കൊടുക്കുക. അപ്പം ഈ KSRTC തന്നെ എല്ലാ കാര്യവും ചെയ്യാതെ ഇത് ഔട്ട്സോഴ്സ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് അവർക്ക് കൊടുത്താൽ പോരെ. അപ്പോൾ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യുന്നു. ഇപ്പം ഒരു 150 രൂപയാണെന്ന് ഓർത്തു ടിക്കറ്റ്, അത് നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് മേടിക്കുക. അപ്പോൾ അത്രയും പൈസ KSRTCയിലോട്ട് ഇപ്പോൾ ഒരു മാസം മുമ്പ് 2 മാസം മുമ്പ് ഒന്നും ബുക്ക് ചെയ്യിപ്പിക്കല്. ഒരു മാസം മുതൽ ബുക്കിംഗ് തുടങ്ങുക. പിന്നെ ഏതെങ്കിലും പുതിയ വണ്ടി ഇപ്പം ഒരു 2 ദിവസം മുമ്പ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇന്ന വണ്ടിയുണ്ട്, അപ്പോൾ ബുക്ക് ചെയ്തവർക്ക് സീറ്റിലിരുന്ന് പോകാമെന്നുള്ളത്. അപ്പോൾ പക്ഷേ പ്രീപെയ്ഡ് ആയിരിക്കണം. പിന്നെ ഈ എ സി ബസ്സിൽ എല്ലാവരും ഇരുത്തി തന്നെ മാക്സിമം കൊണ്ടുപോകാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പം ബുക്ക് ചെയ്യാതെ കയറുന്നവർക്ക് 1.25% ചാർജ്, ബുക്ക് ചെയ്യുന്നവർക്ക് ഇപ്പം 100 രൂപയെന്ന് ഓർത്തു. 100 രൂപയാണെങ്കിൽ 100 രൂപ ബുക്ക് ചെയ്ത് കയറുന്നവർക്ക്. ഇപ്പം ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്തു, നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ ഈ ബസ്സിൽ കയറി നമ്മളിരുന്നു. പക്ഷേ ബുക്ക് ചെയ്യാതെ വരുന്ന ഒരാൾക്ക് 125 അയാളുടെ അടുത്ത് മേടിക്കണം. കാരണം ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കണം. ഈ എ സി ബസ്സുകളുടെ ഇത് മാത്രം. ഇതിൻ്റെ പാരലായിട്ട് നമ്മൾ പണ്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഓടിക്കുക. ഇത് ജനങ്ങൾക്കുള്ള സേവനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, മെയിനായിട്ട് KSRTC ഉദ്ദേശിച്ച് കുറേ ആൾക്കാരൊക്കെ പോകുന്നതാണ്, എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല, പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെയും പരിഗണിക്കണം. സാധാരണ ഓർഡിനറി ആയിട്ട് ഈ എ സി ബസ്സുകൾ ഇനി കളത്തിലിറക്കുമ്പോഴത്തേക്കും പ്രീ ബുക്ക് ചെയ്ത് സീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ മാത്രം വണ്ടിയിൽ പോകുന്ന രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇത്ര ശതമാനം, ഈ 40 സീറ്റാണെന്ന് തോന്നുന്നു, 40 സീറ്റാണെങ്കിൽ 35 സീറ്റ് ഉണ്ടെങ്കിൽ 35 സീറ്റ് ബുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പോവും. അതൊക്കെ സിമ്പിളായിട്ട് നടക്കും. പിന്നെ ബുക്കിംഗ് ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ അകത്ത്. ആപ്ലിക്കേഷൻ KSRTC വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ സാധനം ഹാങ് ആകരുത്. നമ്മളൊരു പരിപാടി തുടങ്ങുമ്പം അത് നീറ്റായിട്ട് തന്നെ ആകണം. അപ്പം ഏകദേശമെങ്കിലും ഹാങ് ആകാത്ത ഒരു ആപ്ലിക്കേഷൻ KSRTC ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഉള്ളത് ഡ്രൈവറിനെ പറ്റി റേറ്റിംഗ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റാണ്. ഡ്രൈവറിനെ പറ്റി റേറ്റിംഗ്, കണ്ടക്ടറെ പറ്റി റേറ്റിംഗ്, ബസ്സിനെ പറ്റിയുള്ള റേറ്റിംഗ്, ബസ്സിൻ്റെ സീറ്റ്, ബസ്സിൻ്റെ ഇത് എന്തൊക്കെയാണെന്നുള്ള റേറ്റിംഗ് എടുക്കണം. പിന്നെ ബസ്സിൻ്റെ സർവീസ് ഡേറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് സർവീസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതായത് നമ്മളൊരു കസ്റ്റമറാണ്, നമ്മളതിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് അവർ തരുന്ന ടിക്കറ്റ്, അവർ നമ്മളോടൊരു പെരുമാറ്റം, അതെങ്ങനെയാണെന്നുള്ളത്. അപ്പം ആദ്യമേ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. 2 ബസ് എങ്ങനെ ഉണ്ടെന്നുള്ളത്, ബസ് നല്ലതാണോ, ഓടിക്കുമ്പോൾ നല്ലതാണോ, അതിൽ ശബ്ദം കേൾക്കുന്നുണ്ടോ, സീറ്റ് നല്ലതാണോ, അങ്ങനെയുള്ള സാധനം റേറ്റിംഗ്. പിന്നെ സർവീസ്, ഇതിൻ്റെ അകത്തുള്ള കണ്ടക്ടർ നമ്മുടെ അടുത്ത് പെരുമാറുന്നത് എങ്ങനെയാണെന്നും ബാക്കിയുള്ള സീറ്റ് എല്ലാ സാധനങ്ങളും കറക്റ്റാണോ എന്നുള്ള നമുക്ക് തരുന്ന ഫെസിലിറ്റി, അതാണ്. പിന്നെ ഓരോ സീറ്റിൻ്റെ ഫ്രണ്ടിലും QR ഒട്ടിച്ച് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തോട്ടാണ് ടിക്കറ്റ് എടുക്കുന്നതിൽ
പറഞ്ഞു കഴിഞ്ഞാൽ QR സ്കാൻ ചെയ്ത് പൈസ കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. അത് ഓരോ സീറ്റിൻ്റെ ഫ്രണ്ടിലും ഒരു QR സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ ഇതൊക്കെ പോസിബിളായിട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. പിന്നെ ഈ കൂടെ തന്നെ ഒരു പോർട്ടൽ ഉണ്ടാക്കണം, ഓൺലൈൻ കംപ്ലയിൻറ്റ് ആൻഡ് സജഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറയാനുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു QR സ്കാൻ ഫ്രണ്ടിൽ, ഞാൻ പറഞ്ഞില്ലേ 2 QR ഒട്ടിക്കുക, ഒരു പേയ്മെൻറ്റിൻ്റെ QRഉം ഒരു ഓൺലൈൻ കംപ്ലയിൻറ്റ് ആൻഡ് സജഷൻ. അതൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ഒന്ന് പേയ്മെൻറ്റിൻ്റെ QR വെക്കുക, രണ്ടാമത്തേത് പേയ്മെൻറ്റ് ആൻഡ് ഒന്ന് നമ്മൾ പേയ്മെൻറ്റിൻ്റെ QR. രണ്ടാമത് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള QRഉം വെക്കുക. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് എല്ലാ ബസ്സിലും ആദ്യമേ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ആദ്യമേ ഇത് നമ്മൾ റൺ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആണെങ്കിൽ മാത്രം ബാക്കിയുള്ള ബസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് ഒന്ന് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക, ഡ്രൈവർ റേറ്റിംഗ്, അതായത് ആ ബസ്സിനെ പറ്റിയുള്ള സർവീസ് എങ്ങനെയാണെന്നുള്ളത്, ഡ്രൈവർ റേറ്റിംഗ്, ഡ്രൈവർ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്, ഡ്രൈവർ റേറ്റിംഗ്, ബസ് റേറ്റിംഗ്, സർവീസ് റേറ്റിംഗ്. ഡ്രൈവർ റേറ്റിങ്ങിൽ മസ്റ്റായിട്ട് ഡ്രൈവറിൻ്റെ പേരും അപ്പോൾ ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ പേരും അയാൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ റേറ്റിംഗും വേണം. പിന്നെ ഓൺലൈൻ കംപ്ലയിൻറ്റ് കൊടുക്കണതിൽ ഓൺലൈൻ കംപ്ലയിൻറ്റ്. അപ്പം 4 കാര്യങ്ങൾ ആപ്ലിക്കേഷൻ്റെ അകത്ത് വേണ്ടത്: ഡ്രൈവറിനെ പറ്റിയുള്ള റേറ്റിംഗ്, ബസ്സിനെ പറ്റിയുള്ള റേറ്റിംഗ്, ബസ്സിലെ സ്റ്റാഫ് നമുക്ക് പോയിരുന്ന സർവീസിനെ പറ്റിയുള്ള ഇത്, പിന്നെ ഈ 3 എണ്ണത്തെ പറ്റിയുള്ള കംപ്ലയിൻറ്റ്, ഓൺലൈൻ കംപ്ലയിൻറ്റ് ആൻഡ് സജഷൻ. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം. പിന്നെ ഉള്ള ബാത്റൂമിൻ്റെ കാര്യമാണ്, അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. പിന്നെ KSRTC തന്നെ എല്ലാ ജില്ലയിലും ഇന്ത്യൻ കോഫി ഹൗസ് കൊടുക്കുന്ന പോലെ ടീയും സ്നാക്സും, അത് ഹൈജീനിക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അത് ടെൻഡർ വിളിച്ച് കൊടുക്കുമോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട, ഒത്തിരി ഫുഡൊന്നും വേണ്ട. നല്ലൊരു ടീ, കോഫി, ഒരു 4 സ്നാക്സ്, അത് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇത്. കോർപ്പറേറ്റ് കമ്പനികൾക്കൊന്നും കൊടുക്കണ്ട. കൊടുക്കുമ്പം ഹൈജീനിക് ആണെന്ന് ചെക്ക് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അത് KSRTCയുടെ തന്നെ ഓരോ ഇത് വേണം. അത് ബ്രെഡ്, ഇപ്പോൾ ഞാൻ പറയാം, വണ്ടർ കേക്കോ അല്ലെ എലൈറ്റോ, ഇതിൻ്റെയൊക്കെ ബ്രെഡ് ഒക്കെ കൊടുക്കാമല്ലോ. ബ്രെഡ് അല്ലെ ബണ്ണ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്റ്റോറ്. ചായ, കാപ്പി, ജ്യൂസ്, അത് കഴിവതും എന്താ പറയുക, മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിൽ ഉണ്ടാക്കുന്ന ചാർജ് ചെയ്തോട്ടെ. ഇപ്പോൾ ഒരു നാരങ്ങാവെള്ളം ഉണ്ടാക്കണേൽ 5 ലിറ്ററിൻ്റെ ക്യാൻ്റെ അകത്തുനിന്ന് എത്ര നാരങ്ങാവെള്ളം ഉണ്ടാക്കാം? പൈസ മാത്രമല്ല, ഇതൊരു സർവീസായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. സംസാരിക്കുന്നതിൽ എനിക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്, അത് തുടക്കത്തിൻ്റെ തപ്പല. സ്പീഡായി കഴിയുമ്പോഴത്തേക്കും റെഡിയാകുമായിരിക്കും. അപ്പം ബൈ. എന്താണേലും നാട് നന്നാകണം.